ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സ്നോ ഹൗസിലേക്കാണ്. ഓക്കെ, മൈസൂർ തന്നെയുള്ള സ്നോ ഹൗസ്. ഇത് നമ്മൾ ആ ഫിഷ് അക്വേറിയത്തിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡിംഗ് ആയിട്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു, കോംബോ ഓഫർ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കോംബോ ഓഫർ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ സ്നോ ഹൗസിൽ പോയി. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഈ സ്നോ ഹൗസിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ഈ മഞ്ഞ് ഇങ്ങനെ ഇത്രയധികം മഞ്ഞ് നിൽക്കുന്നത് ഈ റൂമിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ മഞ്ഞ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികളൊക്കെ അറമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ശരിക്കും ഒരു കാശ്മീരിലും ഇതിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ അതുപോലത്തെ ഒരു ഫ്രഷ് മഞ്ഞൊന്നുമല്ല. ഇതിനൊരു കളർ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ മഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കാശ്മീരിലൊന്നും പോയിട്ടില്ല. ഇനിവേ പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്, എന്തായാലും പോകണം എന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് നമ്മളുടെ ഈ ട്രിപ്പിൽ കംപ്ലീറ്റ് എടുത്തേക്കുന്നത് റാഷിദാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി, ദൃശ്യമികവ് ഉണ്ടാവും അതിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ നമുക്ക് എല്ലാതും മറക്കാനും എല്ലാം മറന്ന് നമ്മളൊന്ന് ഫ്രീ ആവാനും നമുക്കൊന്ന് ആസ്വദിക്കാനും ഒക്കത്തിനും നല്ലൊരു മാർഗ്ഗമാണ്, നല്ലൊരു വഴിയാണ് യാത്ര. എനിക്ക് യാത്രകളും അതുപോലെ തന്നെ ഡ്രൈവിങ്ങും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ അധികമൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോൻ്റെ അകത്ത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് കൂടുതൽ യാത്രകൾ പോകാനും എല്ലാത്തിനും ഒരു പ്രചോദനമായി മാറുള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മ്യൂസിക് ഉണ്ടല്ലോ, ഇത് ഞാൻ തന്നെ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതെങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് പറയണം. അപ്പോൾ താങ്ക് യു. പിന്നെ ഇതിൽ ചില ഷോട്ടുകളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ IPLലെ ക്യാമറാമാനെ സ്മെറ്റ് പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ അല്ലേ. ഇത് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അബിയാണ് കേട്ടോ, എല്ലാവരും കണ്ടോ. ഇതുപോലെ ഇനിയിപ്പോൾ അപ്പൂസും വരും. അപ്പൂസ് പക്ഷേ താഴത്തു കൂടെ ഉള്ള കളികൾ മാത്രമേ ഉള്ളൂ.
വീഡിയോ ഏറെക്കുറെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ IPL ക്യാമറമാനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നൈസായിട്ടൊരു സ്നോ ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി. അപ്പോഴാണ് റാഷി പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റുമെന്ന്. റാഷിയുടെ ഓരോരോ കോമഡികൾ ഇനിയുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും പറയുന്ന പേര് സ്നോ ഹൗസ് തന്നെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ വലിച്ച് കയറ്റാൻ നോക്കി. അപ്പോഴത്തേക്ക് അപ്പൂസ് ഏത് കൂടെയൊക്കെ ഓടിപ്പോയി കയ്യിൽ നിന്ന് ഗ്ലൗസും എല്ലാം ഊരിക്കളഞ്ഞവിടെ നിന്ന് കരച്ചിലായിരുന്നു. കാണാം കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ കലാവിരുത് മഞ്ഞു വാരി എറിച്ചിലായിരുന്നു മുകളിലോട്ട് കംപ്ലീറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ കുടുങ്ങി. ഇത് ഞാനാണ്, കണ്ടില്ല. സ്നോ ഹൗസിൻ്റെ ഉള്ളിലത്തെ ഇത്രയും വീഡിയോസ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അപ്പൂസ് ഗ്ലൗസൊക്കെ ഊരി കളഞ്ഞ് കയ്യിലൊക്കെ ഐസായി ആകെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിട്ട് അലമ്പാക്കി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.